പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയും പാക് അധീന പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനെയും നേരിൽ കണ്ട് ഇസ്ലാമിക വിദ്വേഷ പ്രഭാഷകൻ സക്കർ നായിക്. ഇരുവരുടെയും റായ്വിന്ദിലെ വസതിയിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. വിദ്വേഷ പ്രസംഗം, കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ, ഈ കുറ്റങ്ങൾക്ക് ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്ന വ്യക്തിയാണ് സക്കർ നായിക്. പിടികിട്ടാപ്പിള്ളിയെ തുടരുകയാണ്. ഇന്ത്യയിൽ നിന്നും കടന്ന ശേഷം 2016 മുതൽ മലേഷ്യയിൽ കഴിയുന്ന സക്കർ നായിക്കിനെ കൈമാറാൻ ഇന്ത്യ നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിച്ചതിനിടെയാണ് നായിക്കിന്റെ പാകിസ്ഥാൻ സന്ദർശനം. ചർച്ചകളുടെ സ്വഭാവം സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല. നായിക് പാകിസ്ഥാനിൽ കൂടുതൽ ശ്രദ്ധേയനാവുകയാണ്. ആ സമയത്താണ് കൂടിക്കാഴ്ച. അടുത്തിടെ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഹഫീസ് ഇയാളെ കാണുകയും കൂടിക്കാഴ്ച സന്തോഷമെന്ന് വിശേഷിപ്പിച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ പോസ്റ്റ് നിരവധി വിമർശനങ്ങൾക്കും ഇടയാക്കി. ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് നായിക്. യുവാക്കളെ തീവ്രവാദത്തിലേക്ക് നയിക്കുകയും പ്രസംഗങ്ങളിലൂടെ വർഗീയ വിദ്വേഷം വളർത്തുകയും ചെയ്യുന്നതായി കണ്ടെത്തിയിരുന്നു. 2014 ധക്ക കഫേ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകരപ്രവർത്തനങ്ങളുമായി നായിക്കിന് ബന്ധമുണ്ട്. നായിക്കിന്റെ പ്രസംഗങ്ങളിൽ ഇൻസ്പയർ ആയാണ് തന്റെ ആക്രമണമെന്ന് പ്രതികളിൽ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനും IRF-നുള്ള പങ്ക് ചൂണ്ടിക്കാട്ടി 2016 ഇന്ത്യൻ സർക്കാർ ഭീകരവിരുദ്ധ നിയമപ്രകാരം നായിക്കിന്റെ സംഘടനയെ നിരോധിച്ചിരുന്നു. മേഖലയിൽ വളർന്നുവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ കൂടുകയാണ്. പാകിസ്ഥാൻ മുതിർന്ന നേതാക്കളുമായുള്ള നായിക്കിന്റെ ഈ കൂടിക്കാഴ്ച അതിന് കാരണമാകുന്നു. മതവിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങളുടെ പേരിൽ പ്രശസ്തനാണ് സക്കർ നായിക്. ഇയാൾ ഇപ്പോൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ വഴികാട്ടിയാണ്. മതപ്രഭാഷണങ്ങൾക്കായുള്ള പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിച്ച് വിവാദ മതപ്രഭാഷകൻ സക്കർ നായിക് പാകിസ്ഥാൻ പര്യടനം മകൻ ഫാരിഖ് നായിക്കിനൊപ്പം നടത്തിയിരുന്നു. കറാച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് മതപ്രഭാഷണം നടത്തിയത്. ബിൻ ലാദൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായ അമേരിക്കയ്ക്കെതിരെ ലാദൻ ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലാദനൊപ്പമാണ്. ആ അർത്ഥത്തിൽ എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകൾ ആവേണ്ടതുണ്ട്. ടെറർ ഉണ്ടാക്കുന്ന ആളാണ് ടെററിസ്റ്റ്. പോലീസുകാരൻ കള്ളന്റെ മനസ്സിൽ ടെറർ ഉണ്ടാക്കും. അപ്പോൾ കള്ളനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരൻ ഒരു ടെററിസ്റ്റ് ആണ്. സമൂഹത്തിൽ അസന്മാർഗിക പ്രവൃത്തി ചെയ്യുന്നവരുടെയും കുറ്റവാളികളുടെ മനസ്സിൽ ടെറർ ഉണ്ടാക്കുന്നവരായിരിക്കണം യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നായിരുന്നു സക്കർ നായിക്കിന്റെ ഒരു മതപ്രഭാഷണത്തിലെ ആഹ്വാനം. ആ അർത്ഥത്തിൽ ടെററിസ്റ്റുകൾ തന്നെ എന്ന നായിക്കിന്റെ പ്രസംഗം ഏറെ വിവാദാസ്പദമായ ഒന്നായിരുന്നു. അതുപോലെ തന്നെ സ്വവർഗരതിക്കും മതപരിവർത്തനത്തിനും വധശിക്ഷ തന്നെ നൽകണമെന്ന് വാദിക്കുന്ന ആളാണ് സക്കർ നായിക്. ഇസ്ലാം മതത്തിൽ പുരുഷന് സ്വന്തം ഭാര്യമാരെ അടിക്കാനുള്ള അവകാശത്തെ പറ്റിയുള്ള നായിക്കിന്റെ പ്രസംഗവും വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതില്ല എന്നായിരുന്നു നായിക്കിന്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു അർത്ഥത്തിൽ വളരെ കടുത്ത നിലപാടുകൾ വെച്ച് പുലർത്തിയിരുന്ന ഒരു മതപ്രചാരകനാണ് സക്കർ നായിക്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഹോളി ആർട്ടിസൺ ബേക്കറി കഫേയിൽ ജൂലൈ 1-നുണ്ടായ 22 പേർ കൊല്ലപ്പെട്ട ഭീകര ആക്രമണത്തിൽ ആക്രമികളെ പ്രചോദിപ്പിച്ചത് നായിക്കിന്റെ പ്രഭാഷണമായിരുന്നു. അതിന്റെ പേരിൽ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പീസ് TV വരെ ബംഗ്ലാദേശിൽ നിരോധിച്ചതാണ്. ഇത്തരത്തിൽ വിവാദത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് സക്കർ നായിക്. സക്കർ നായിക് തീവ്രവാദത്തിന്റെ ഈറ്റുല്ലമായ പാകിസ്ഥാനിലെ നേതാക്കളുമായിട്ടാണ് ഇപ്പോൾ ഇത്രയും അടുപ്പത്തിൽ ആകുന്നത് എന്നതും ഇന്ത്യക്ക് ആശങ്ക ഉണർത്തുന്ന ഒന്നാണ്. അതേസമയം പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ച അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവി നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുമായ തുളസി ഗബ്ബാർഡ് ന്യൂഡൽഹിയിൽ ഈ മാസം 17 മുതൽ 19 വരെ നടക്കുന്ന റെയ്സിന ഡയലോഗിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അവർ പാകിസ്ഥാനെതിരെ തുറന്നടിച്ചത്. റെയ്സിന ഡയലോഗിൽ തന്റെ പ്രസംഗത്തിൽ അവർ പാകിസ്ഥാനെ കുറിച്ച് പരാമർശിക്കുകയും തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരതയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച തുളസി ഈ ഇസ്ലാമിക ഭീകരത ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ബംഗ്ലാദേശിലും മിഡിൽ ഈസ്റ്റിലെ നിരവധി രാജ്യങ്ങൾക്കും ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇസ്ലാമിക ഭീകരത ഒരു പ്രാദേശിക വെല്ലുവിളിയല്ല, മറിച്ച് പാകിസ്ഥാന്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള നിരവധി രാജ്യങ്ങളെ ബാധിക്കുന്ന ആഗോള പ്രശ്നമാണെന്ന് ഗബ്ബാർഡ് വ്യക്തമാക്കി. ഇന്ത്യയിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര ആക്രമണങ്ങളെ മതമൗലികവാദികളുടെ ഭീകരതയെ അവർ വിശേഷിപ്പിച്ചു. അതിന് വേരോടെ പിടിതെറിയേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ ഭീകരത കയറ്റുമതി ചെയ്യുകയാണെന്നും അത് ഇന്ത്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ സാഹചര്യത്തിൽ ഭീഷണി അവസാനിപ്പിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി മോദിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന മോദിയുടെ പ്രസ്താവനയെ ശരിവെച്ചുകൊണ്ട് തുളസി ഗബ്ബാർഡ് പറഞ്ഞു. അതേസമയം ഭീകരതയ്ക്കെതിരെ യോജിച്ച പോരാട്ടം സാധ്യമാക്കണം. അതിനുവേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ ഈ പ്രശ്നത്തിന്റെ മൂലകാരണം തിരിച്ചറിയുകയും ഒരുമിച്ച് ഈ ഭീഷണിയെ നേരിടാനും തുടങ്ങിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന റെയ്സിന ഡയലോഗിൽ ഏകദേശം 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നു. വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് റെയ്സിന ഡയലോഗ്. ന്യൂസ് ഡെസ്ക് കർമ്മ.